മഴക്കാലത്ത് വീടുകളിലേക്ക് വെള്ളം കയറി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പനങ്കാവിൽ തണ്ണീർത്തടവും അരയിപ്പുഴയുടെ കരയും മണ്ണിട്ട് നികത്താനുള്ള ശ്രമത്തെ നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ താൽക്കാലികമായി തടഞ്ഞു. ഇവിടെ സൂക്ഷിച്ച 300ഓളം ലോഡ് ചെമ്മണ്ണ തണ്ണീർത്തടവും വയലും നികത്തുന്നതിന് മുൻപ് തിരികെ എടുപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മഴക്കാലത്ത് വീടുകളിലേക്ക് വെള്ളം കയറി ഏറെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന പനങ്കാവിൽ തണ്ണീർത്തടവും അരയിപ്പുഴയുടെ കരയും മണ്ണിട്ട് നികത്താനുള്ള ശ്രമത്തെ നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ താൽക്കാലികമായി തടഞ്ഞു. ഇവിടെ സൂക്ഷിച്ച 300ഓളം ലോഡ് ചെമ്മണ്ണ് തണ്ണീർത്തടവും വയലും നികത്തുന്നതിന് മുൻപ് തിരികെ എടുപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രദേശത്ത് ഇനി ആരും വയലിൽ മണ്ണിടുന്നത് തടയുന്നതിന് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. നഗരസഭാ കൗൺസിലർ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പനങ്കാവ് പ്രദേശം നമുക്ക് 2 വർഷം കഴിഞ്ഞ പ്രളയത്തിൽ തന്നെ മനസ്സിലാക്കിയാണ്. ഈ പ്രദേശത്ത് പ്രളയത്തിൽ വെള്ളം വരികയും നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഓഡിറ്റോറിയത്തേക്ക് മാറ്റി പാർപ്പിക്കുകയുണ്ടായി. ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വ്യക്തി തന്നെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് വളരെ ശോചനീയാവസ്ഥയാണ്. കാരണം അദ്ദേഹത്തിനറിയാം അവിടെ മണ്ണിട്ടാൽ വെള്ളം ഒഴുക്ക് തടസ്സപ്പെടുത്തുമെന്ന്. എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഭാവം അത് എന്തു വന്നാലും നമ്മുടെ ഈ നാട്ടിലെ പ്രദേശവാസികൾ ശക്തമായി എതിർത്താൽ ആർക്കും ഇവിടെ മണ്ണിടാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അത് ഒറ്റക്കെട്ടായി നിൽക്കണം. ആരെ കൂടെ വരുമ്പോഴും അത് അവന് ചെറിയൊരു സഹായം കൊടുത്താൽ അത് പിന്നീട് മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കും. പ്രദീപൻ പനങ്കാവ് അധ്യക്ഷത വഹിച്ചു. പനങ്കാവ് പാടശേഖര സമിതി സെക്രട്ടറി പി സുശാന്ത്, ചന്ദ്രൻ പനങ്കാവ്, ഉണ്ണികൃഷ്ണൻ പനങ്കാവ്, കരുണാകരൻ പനങ്കാവ് എന്നിവർ സംസാരിച്ചു. ഗംഗാധരൻ മാട്ടുമൽ സ്വാഗതം പറഞ്ഞു. പുരുഷ സ്വയം സഹായ സംഘം, ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിളിച്ച യോഗത്തിൽ നാട്ടുകാരും കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുത്തു. മരിച്ചാൽ ദഹിപ്പിക്കുന്ന സ്ഥലം അത്ര കണ്ട് ഈ ഭൂമിയെ പവിത്രമായി കാണുന്ന ഒരു സമൂഹമാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. ആ പ്രദേശത്താണ് ഇപ്പോൾ ഈ വേണു എന്ന ഇവിടുത്തെ മുമ്പത്തെ ഇവിടെ ജീവിച്ചു വളർന്ന ഒരു പൗരനെന്ന കർഷക കുടുംബത്തിലൊരു വ്യക്തി തന്നെയാണ്. എന്നാൽ ഇന്നത്തെ പൊതുവെയുള്ള സമ്പത്തിൻ്റെ എല്ലാം കാരണം കൊണ്ട് കുറച്ച് സമ്പത്ത് കൂടുതലുള്ളത് കൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ഭൂമിയുടെ ഘടനാപരമായ മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.